നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾക്കിടെ ഹോർമൂസ് കടലിടുക്കിൽ സൈനികാഭ്യാസം നടത്തിയ ഇറാൻ സ്മാർട്ട് കൺട്രോൾ ഓഫ് ഹോർമൂസ് സ്ട്രെയിറ്റ് എന്ന പേരിലായിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സൈനികാഭ്യാസം. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സൈനിക വിന്യാസത്തിന് പിന്നാലെയാണ് ഇറാന്റെ നീക്കം. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇതിനിടെ ഇറാൻ US രണ്ടാംഘട്ട ആണവ ചർച്ചകൾ നാളെ ജനീവയിൽ നടക്കും. ജനീവയിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുമായി ചർച്ച നടത്തി. ഇറാനും US തമ്മിലുള്ള രണ്ടാംഘട്ട ആണവ ചർച്ചകൾ നാളെ ജനീവയിൽ നടക്കാനിരിക്കുകയാണ്. ഉപരോധം അവസാനിപ്പിച്ചാൽ ആണവ ധാരണയ്ക്ക് തയ്യാറെന്ന് ഇറാൻ അറിയിച്ചു. ചർച്ചകളിലൂടെയുള്ള പരിഹാരങ്ങൾക്കാണ് മുൻഗണനയെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഇറാന്റെ ആണവ സംവിധാനങ്ങൾ തകർക്കണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. നാളെ ജനീവയിൽ നടക്കുന്ന രണ്ടാം ഘട്ട ആണവ ചർച്ചകൾക്ക് മുന്നോടിയായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് സൂചന നൽകി ഇറാൻ നയതന്ത്ര പ്രതിനിധികൾ. ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക തയ്യാറായാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഇളവ് വരുത്തും. ചർച്ചകളിലൂടെയുള്ള പരിഹാരങ്ങൾക്കാണ് മുൻഗണനയെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു. സാമ്പത്തിക നേട്ടങ്ങൾ ലക്ഷ്യമിട്ട് എണ്ണ, വാതക മേഖലകളിലും ഖനനത്തിലും സംയുക്ത നിക്ഷേപങ്ങൾക്ക് തയ്യാറാണെന്നും വിമാനങ്ങൾ വാങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയിലുണ്ടെന്നും ഇറാൻ സാമ്പത്തിക നയതന്ത്ര വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഹമീദ് ഖൻബാരി പറഞ്ഞു. ചർച്ച പരാജയപ്പെട്ടാൽ സൈനിക നീക്കത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ട് മേഖലയിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ തിരിച്ചുവിട്ട് ട്രംപ് ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. ഇതിനിടെ ഇറാന്റെ ആണവ സംവിധാനങ്ങൾ തകർക്കണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടു. സംഘർഷം രൂക്ഷമാകുമെന്ന ആശങ്കകൾക്കിടയിലാണ് മഞ്ഞുരുകുന്നതിന്റെ സൂചനകൾ. ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ സ്റ്റീവ് വിറ്റ്കോഫും ജെറാഡ് കഷ്ണറും പങ്കെടുക്കും. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ചർച്ചകൾക്കായി ജനീവയിലെത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. റമദാനിൽ വിശുദ്ധ നഗരങ്ങളിൽ ചൂട് കൂടുമെന്ന് സൗദി നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജിയുടെ മുന്നറിയിപ്പ്. മക്കയിലും മദീനയിലും സാധാരണയേക്കാൾ കുറഞ്ഞ മഴയും ഉയർന്ന താപനിലയുമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. മക്കയിൽ 1 ഡിഗ്രി സെൽഷ്യസ് വരെയും മദീനയിൽ 1.2 ഡിഗ്രി വരെയും താപനില വർദ്ധിച്ചേക്കും. മഴയുടെ അളവ് സാധാരണ ലഭിക്കുന്ന 4 മില്ലിമീറ്ററിലും താഴെയായിരിക്കും. സൗദിയിലെ ജിസാനിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ കിട്ടാതെ ദുരിതത്തിലായിരുന്ന മലയാളി യുവാവ് പൊതുപ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങി. ചാലക്കുടി സ്വദേശി ഷിൻഡോ ജോയിയാണ് തുടർ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് തിരിച്ചത്. ജിസാൻ KMCC നേതാക്കളുടെ നിരന്തരമായ ഇടപെടലിനൊടുവിലാണ് യാത്രാരേഖകളും ശമ്പള കുടിശ്ശികയും ലഭ്യമായത്. ജിസാനിലെ അബു അരീഷിൽ കഴിഞ്ഞ ജനുവരി 28-നാണ് ചാലക്കുടി സ്വദേശി ഷിൻഡോ ജോയ് അപകടത്തിൽപ്പെടുന്നത്. ജോലി ചെയ്യുന്ന കമ്പനിയിലെ സുഡാനി പൌരൻ ഓടിച്ചിരുന്ന ട്രാക്ടർ അശ്രദ്ധമായി പിന്നോട്ടെടുത്തപ്പോൾ ഷിൻഡോയുടെ ശരീരത്തിൽ കയറിയിറങ്ങി. നട്ടലിനും തുടയലിനും പരിക്കുപറ്റി. ചികിത്സ പൂർണ്ണമാകാതെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. എഴുന്നേൽക്കാൻ പോലും കഴിയാതെ റൂമിൽ കഴിഞ്ഞിരുന്ന ഷിൻഡോ ജോയ് കൂടെ താമസിക്കുന്നവരുടെ സഹായത്തോടെയാണ് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിച്ചിരുന്നത്. തുടർ ചികിത്സ അനിവാര്യമാണെന്ന് വിദഗ്ധ ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് കമ്പനിയുമായി ബന്ധപ്പെട്ടു. കമ്പനി ലീവ് അനുവദിച്ചെങ്കിലും തുടർ നടപടികൾ വൈകി. ഈ സാഹചര്യത്തിൽ KMCC സൗദി നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ഹാരിസ് കല്ലായി, മുസ്തഫർ കോഴിക്കോട്, ഖാലിദ് പട്ല തുടങ്ങിയവർ വിഷയത്തിൽ ഇടപെട്ടു. ഇവർ കമ്പനി അധികൃതരുമായി നിരന്തരം നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഷിൻഡോയുടെ ശമ്പള കുടിശ്ശികയും വിമാന ടിക്കറ്റും മറ്റു യാത്രാ സൗകര്യങ്ങളും ലഭ്യമാക്കി. വിമാനത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ NC അബ്ദുറഹ്മാൻ എന്ന വ്യക്തിയുടെ കൂടെയാണ് ഇദ്ദേഹത്തെ നാട്ടിലേക്ക് അയച്ചത്. ജിസാൻ വിമാനത്താവളത്തിൽ ഷിൻഡോയെ യാത്രയക്കാൻ ഹാരിസ് കല്ലായി, മുസ്തഫർ കോഴിക്കോട്, ഗഫൂർ, ഡോക്ടർ ഉദയകുമാർ തുടങ്ങിയവർ എത്തിയിരുന്നു. 24 ജിദ്ദ. ദുബായിൽ റമദാനിലേക്കുള്ള ടോൾ നിരക്ക് പ്രഖ്യാപിച്ചു. രാവിലെ 9 മുതൽ 5 വരെ തിരക്കുള്ള സമയം 5 ദിർഹമായിരിക്കും നിരക്ക്. തിരക്ക് കുറവുള്ള സമയം രാവിലെ 7 മുതൽ 9 വരെയും വൈകിട്ട് 5 മുതൽ രാവിലെ 2 വരെയും 4 ദിർഹമാണ് സാലിക്കായി നൽകേണ്ടത്. പുലർച്ചെ 2 മുതൽ 7 വരെ ടോൾ നൽകേണ്ടതില്ല. ഞായറാഴ്ചകളിൽ രാവിലെ 9-നും വൈകിട്ട് 5-നും ഇടയിൽ 4 ദിർഹം നൽകിയാൽ മതിയാകും. റമദാനിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന തരത്തിലാണ് സാലിക് ക്രമീകരണം നടത്തിയിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. റമദാൻ മാസത്തിൽ തീർത്ഥാടകർക്കായി ഹറമൈൻ അതിവേഗ ട്രെയിൻ സർവീസുകൾ വൻതോതിൽ വർദ്ധിപ്പിച്ചു. റമദാനിൽ 17 ലക്ഷത്തിലധികം പേർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ടാകും. മക്കയ്ക്കും മദീനയ്ക്കും ഇടയിൽ യാത്രക്കാർക്ക് തടസ്സമില്ലാത്ത യാത്ര ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്.
റമദാൻ മാസത്തിലെ തിരക്ക് പരിഗണിച്ചാണ് ഹറമൈൻ അതിവേഗ ട്രെയിനിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നത്. റമദാനിൽ ആകെ 3662 സർവീസുകളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതുവഴി 17 ലക്ഷത്തിലധികം തീർത്ഥാടകർക്ക് യാത്ര ചെയ്യാം. പ്രതിദിനം 100-ലധികം സർവീസുകൾ നടത്താനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. പ്രാർത്ഥനാ സമയങ്ങളും ഉംറ തീർത്ഥാടകരുടെ തിരക്കും കൃത്യമായി വിശകലനം ചെയ്തായിരിക്കും ഓരോ ട്രെയിനിന്റെയും സമയക്രമം നിശ്ചയിക്കുക. വിഷൻ 2030ന്റെ ഭാഗമായി ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് സൗദി കൊണ്ടുവരുന്നത്. ഇതിന്റെ ഭാഗമായി സ്പെയിനിലെ താൽഗോ കമ്പനിയിൽ നിന്ന് 20 പുതിയ ട്രെയിനുകൾ വാങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഹറമൈൻ ട്രെയിൻ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകളിലൊന്നാണ്. 453 കിലോമീറ്റർ നീളമുള്ള പാതയിലൂടെ മക്ക, മദീന, ജിദ്ദ, കിങ് അബ്ദുള്ള ഇക്കണോമിക് സിറ്റി എന്നീ നഗരങ്ങളെ ഇത് ബന്ധിപ്പിക്കുന്നു. തീർത്ഥാടകർക്ക് ഏറ്റവും സുരക്ഷിതവും വേഗതയേറിയതുമായ യാത്രാനുഭവം നൽകാനാണ് ഈ ഒരുക്കത്തിലൂടെ സൗദി അറേബ്യ ലക്ഷ്യമിടുന്നത്. 24 ജിദ്ദ. വെൽക്കം ബാക്ക് ടു ഗൾഫ് ടുഡേ. സൗദി വാണിജ്യമന്ത്രി ഡോക്ടർ മാജിദ് അൽ ഖസബിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മക്കയിൽ നടന്ന 3ാമത് ഹലാൽ ഫോറത്തിന് ഇന്ന് സമാപനമാകും. ഹലാൽ മേഖലയെ മതപരമായ അനുഷ്ഠാനം എന്നതിലുപരി സുതാര്യതയും ഗുണമേന്മയുമുള്ള ആഗോള പ്രൊഫഷണൽ വ്യവസായമായി മാറ്റുകയാണ് ത്രിദിന സംഗമത്തിന്റെ ലക്ഷ്യം. ഹലാൽ അക്കാദമിയുടെ രൂപീകരണവും ഗോൾഡൻ ഹലാൽ ലോഗോ പ്രകാശനവും ഫോറത്തിന്റെ ഭാഗമായി നടന്നു. മക്ക ചേംബർ എക്സിബിഷൻ ആൻഡ് ഈവന്റ് സെന്ററിലാണ് 3ാമത് മക്ക ഹലാൽ ഫോറം നടക്കുന്നത്. ഹലാൽ ഒരു പ്രൊഫഷണൽ വ്യവസായം എന്ന ശീർഷകത്തിൽ നടക്കുന്ന സംഗമം ഇന്ന് സമാപിക്കും. സൗദി വിഷൻ 2030ന്റെ ഭാഗമായി ഹലാൽ മേഖലയെ ആഗോള നിക്ഷേപത്തിന്റെയും വ്യാപാരത്തിന്റെയും കേന്ദ്രമാക്കി മാറ്റുകയാണ് ഫോറത്തിന്റെ ലക്ഷ്യം. വ്യവസായത്തിന് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് ഹലാൽ അക്കാദമിയുടെ രൂപീകരണം ഫോറത്തിൽ നടന്നു. ആഗോളതലത്തിൽ ഹലാൽ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഗോൾഡൻ ഹലാൽ ലോഗോയും മന്ത്രി ഡോക്ടർ മാജിദ് അൽ ഖസബി പ്രകാശനം ചെയ്തു. ഹലാൽ എന്നത് കേവലം ഒരു വ്യവസായമല്ല, മറിച്ച് മൂല്യങ്ങളും വളർച്ചയും ഒത്തുചേരുന്ന ഒരു സമഗ്ര ആഗോള കാഴ്ചപ്പാടാണെന്ന് ഇസ്ലാമിക് ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ അബ്ദുള്ള സാലേഹി കാമിൽ വ്യക്തമാക്കി. ഹലാൽ സർട്ടിഫിക്കറ്റുകൾക്ക് ആഗോള അംഗീകാരം ഉറപ്പാക്കുന്നതിനായി ഇന്തോനേഷ്യയിലെ ഹലാൽ പ്രോഡക്റ്റ് ഗ്യാരണ്ടി ഏജൻസി, തായ്ലൻഡിലെ സെൻട്രൽ ഇസ്ലാമിക് കൌൺസിൽ എന്നിവയുമായി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. അമേരിക്ക, ബ്രിട്ടൻ, ബ്രസീൽ, മലേഷ്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെയും കമ്പനികളുടെയും സജീവ പങ്കാളിത്തം ഇത്തവണ ഫോറത്തിനുണ്ടായിരുന്നു. ഹലാൽ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ നൂതന സാങ്കേതിക വിദ്യയും ഭരണനിർവഹണ രീതികളും സമന്വയിപ്പിക്കണമെന്ന് ഫോറം വിലയിരുത്തി. മക്ക, മദീന നഗരങ്ങളെ മുസ്ലിം ബിസിനസ് ലോകത്തിന്റെ ആസ്ഥാനമാക്കി മാറ്റാനുള്ള ചുവടുവയ്പായി കൂടി മക്ക ഹലാൽ ഫോറം വിലയിരുത്തപ്പെടുന്നു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഇപ്പോൾ ഒരു വാർത്തയിലേക്കാണ്. വയനാട് മെഡിക്കൽ കോളേജ് വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ ഉത്തരവ്. മാനന്തവാടി അമ്പുകുത്തിയിൽ വനംവകുപ്പിന്റെ കൈവശമുള്ള 28 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്. പകരം വനവൽക്കരണത്തിന് ബത്തേരി താലൂക്കിൽ വനംവകുപ്പിന് ഭൂമി നൽകി. കാളിദാസൻ ദേവദത്തം ചേരുന്നു വയനാട്ടിൽ നിന്ന്. കാളിദാസ്, പലപ്പോഴും ഈ വയനാട്ടിലെ ജനങ്ങളുടെ ഈ ആരോഗ്യ മേഖലയിലെ പോരായ്മകൾ, അവരുടെ ചികിത്സയ്ക്കുള്ള പോരായ്മകളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആദ്യം വരുന്ന പേര് മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയെ പറ്റിയാണ്. അവിടെ സങ്കീർണമായ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ മറികടക്കുന്നു, അല്ലേ? അതെ, തീർച്ചയായും ഗൂഗിൾ. ഇപ്പോൾ വയനാട് മെഡിക്കൽ കോളേജ് വികസനത്തിന്, മാനന്തവാടിയാണ് മെഡിക്കൽ കോളേജ് ഉള്ളത്, മെഡിക്കൽ കോളേജ് വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ ഉത്തരവായിരിക്കുകയാണ്. മാനന്തവാടി അമ്പുകുത്തിയാണ് വനംവകുപ്പിന്റെ കൈവശമുള്ള 28 ഏക്കർ ഭൂമി ഇപ്പോൾ നിലവിൽ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് പകരം വനവൽക്കരണത്തിന് ബത്തേരി താലൂക്കിൽ വനംവകുപ്പിന് ഭൂമി നൽകിയെന്നും കൂടിയാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ഒപ്പം മെഡിക്കൽ കോളേജിന്റെ അക്കാദമിക്ക് ബ്ലോക്കും അനുബന്ധ സൗകര്യങ്ങളും പുതിയ ഭൂമിയിൽ നിർമ്മിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു വികസനം തന്നെ പദ്ധതിയിട്ടിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഈ ഒരു വിവരങ്ങളിൽ നിന്നും തന്നെ മനസ്സിലാക്കുന്നത്. മാനന്തവാടി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഒത്തിരി പോരായ്മകളും അതോടൊപ്പം തന്നെ നിരവധി ആരോപണങ്ങളും ഒക്കെ ഉയർന്ന ഒരു സാഹചര്യത്തിൽ വയനാട് മെഡിക്കൽ കോളേജ് വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ ഈ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ളതും കൂടിയാണ്. അമ്പുകുത്തിയിൽ വനംവകുപ്പിന്റെ കൈവശമുള്ള 28 ഏക്കർ ഭൂമിയാണ് നിലവിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഗൂഗിൾ. ശരി, കാളിദാസ് ദേവദത്തമാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയതായാലും വയനാട്ടുകാർക്ക് ചുരമിറങ്ങാതെ, അതിർത്തി കടക്കാതെ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാകുന്നതിനുള്ള അവസരമായി മാറട്ടെ. ഏതായാലും വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനായാണ് ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവിറങ്ങിയിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ഓൺലൈൻ ചാരിറ്റി തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി ദുബായ് പോലീസ്. ചാരിറ്റി തട്ടിപ്പ് സംഘം പെരുകുന്നതായി കണ്ടെത്തി. ഓൺലൈനായി ഭിക്ഷാടനം നടത്തുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും അത്തരത്തിൽ പണം നൽകരുതെന്നുമാണ് മുന്നറിയിപ്പ്. റമദാൻ മുൻനിർത്തി ഓൺലൈൻ ചാരിറ്റി തട്ടിപ്പ് സംഘം പെരുകുന്നതായാണ് കണ്ടെത്തൽ. സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പോസ്റ്റുകളിട്ട് പണം സമാഹരിക്കുന്നു. ഇതിന് പിന്നിൽ പ്രത്യേക സംഘങ്ങളുണ്ട്.
മെസ്സേജായോ അല്ലാതെയോ ലഭിക്കുന്ന സഹായ അഭ്യർത്ഥനകളോട് പ്രതികരിക്കരുതെന്നാണ് മുന്നറിയിപ്പ്. റമദാനിൽ കൂടുതലായി ദാനധർമ്മങ്ങൾ നൽകുന്ന സാഹചര്യത്തെ ചൂഷണം ചെയ്യലാണ് ഈ കൂട്ടരുടെ ലക്ഷ്യം. സക്കാത്ത് ഉൾപ്പെടെ അംഗീകൃത പ്ലാറ്റ്ഫോമുകളിലൂടെ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. ഓൺലൈനായി ഭിക്ഷാടനം നടത്തുന്നത് ക്രിമിനൽ കുറ്റമാണ്. 3 വർഷം ജയിൽ ശിക്ഷയോ 10,000 ദിർഹമോ പിഴ ലഭിച്ചേക്കാം. റമദാനോടനുബന്ധിച്ച് ദുബായ് പോലീസ് ഓൺലൈൻ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടാൽ ടോൾ ഫ്രീ നമ്പറായ 901 വിളിച്ച് വിവരമറിയിക്കാനും നിർദ്ദേശമുണ്ട്. ദുബായ് സ്മാർട്ട് ആപ്പ് വഴിയും പരാതി അറിയിക്കാം. 24 ദുബായ്. ഷാർജയിലെ ക്ലാസിക് വാഹനങ്ങളും മോട്ടോർ ബൈക്കുകളും നമ്പർ പ്ലേറ്റുകൾ മാറ്റണമെന്ന നിയമം പ്രാബല്യത്തിൽ. നിശ്ചിത സമയപരിധിക്കുള്ളിൽ എല്ലാവരും നമ്പർ പ്ലേറ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. ഷാർജയുടെ പൈതൃകവും ആധുനികതയും ഒത്തുചേർന്ന തരത്തിലാണ് പുതിയ നമ്പർ പ്ലേറ്റുകളുടെ ഡിസൈൻ. ക്ലാസിക് വാഹനങ്ങൾക്കുള്ള ഫസ്റ്റ് കാറ്റഗറി പ്രൈവറ്റ് നമ്പർ പ്ലേറ്റുകൾ, മോട്ടോർ സൈക്കിളുകൾക്കുള്ള ഫസ്റ്റ് കാറ്റഗറി നമ്പർ പ്ലേറ്റുകൾ എന്നിവയ്ക്കാണ് മാറ്റം വരുന്നത്. 2 മാസം മുൻപ് പ്രഖ്യാപിച്ച നിയമമാണ് ഇന്നു മുതൽ ഷാർജയിൽ നിലവിൽ വന്നത്. ഷാർജയിലെ റോഡുകളിൽ ഓടുന്ന വാഹനങ്ങൾക്ക് ഏകീകൃതവും മനോഹരവുമായ രൂപം നൽകാനാണ് പരിഷ്കാരമെന്ന് ഷാർജ പോലീസ് വിലയിരുത്തുന്നു. ഷാർജ പോലീസാണ് അത്യാധുനിക സുരക്ഷാ ഫീച്ചറുകളുള്ള പുതിയ നമ്പർ പ്ലേറ്റുകൾ തയ്യാറാക്കിയത്. നിയമം പ്രാബല്യത്തിൽ വന്നെങ്കിലും നമ്പർ പ്ലേറ്റുകൾ മാറ്റുന്നതിന് വാഹന ഉടമകൾക്ക് നിശ്ചിത സമയം അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ പഴയ ഡിസൈനിലുള്ള നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്ന ക്ലാസിക് വാഹനങ്ങളുടെയും മോട്ടോർ സൈക്കിളുകളുടെയും ഉടമകൾ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അവ മാറ്റാൻ ശ്രമിക്കണമെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. തസ്ജീൽ വില്ലേജ്, ക്ലാസിക് കാർസ് ക്ലബ്, ഖോർഫക്കാർ എന്നിവിടങ്ങളിൽ നമ്പർ പ്ലേറ്റുകൾ മാറ്റുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവസാന നിമിഷത്തെ തിരക്കൊഴിവാക്കാൻ നേരത്തെ തന്നെ നമ്പർ പ്ലേറ്റുകൾ മാറ്റണമെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. 24 ദുബായ്. ഒമാനിലെ മലയാളികളുടെ കൂട്ടായ്മയായ ഒമാൻ പ്രവാസി അസോസിയേഷന്റെ 1ാം വാർഷികാഘോഷം റൂവിയിലെ ലുലു മോളിൽ നടന്നു. ആഘോഷത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, നോർക്ക പ്രവാസി ക്ഷേമനിധി അംഗത്വ ക്യാമ്പ്, റമദാൻ മുന്നൊരുക്ക മെഡിക്കൽ ക്ലാസ്, പ്രാഥമിക ജീവൻ രക്ഷാ പരിശീലന ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. ഒമാൻ പ്രവാസി അസോസിയേഷന്റെ തന്നെ കലാസമിതിയായ സംഗീതധ്വനി അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആർട്ടിസ്റ്റ് SR അനിൽ വരച്ച യൂസഫ് അലിയുടെ ചിത്രം വേദിയിൽ മാർക്കറ്റിംഗ് മാനേജർ ഷംസുദ്ദീൻ റൂബി ലുലു മാനേജർ ഹസൻ ഹലാജിന് കൈമാറി. പ്രസിഡന്റ് വിജി തോമസ് വൈദ്യൻ, സെക്രട്ടറി നൂറുദ്ദീൻ, രക്ഷാധികാരി രാജേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഓസ്ട്രേലിയയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കലാമേളയായ പെർത്ത് ഫെസ്റ്റിവലിന് തുടക്കമായി. പഴയകാല പ്രൗഢിയും ആധുനിക കലയും ഒരുമിച്ചു ചേരുന്ന മനോഹര കാഴ്ചയാണ് നഗരത്തിൽ കാണാനാകുന്നത്. പെർത്തിൽ നിന്ന് സംഗീത ഗോപിനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്ത് നഗരം കലയുടെയും സാംസ്കാരിക ഊർജത്തിന്റെയും വർണ്ണാഭമായ ഒരു ആഘോഷത്തിനായി ഒരുങ്ങുകയാണ്. ഫെബ്രുവരി 6 മുതൽ മാർച്ച് 1 വരെ നീണ്ടു നിൽക്കുന്ന പെർത്ത് ഫെസ്റ്റിവൽ 2026 ഈ വർഷം പ്രത്യേക ശ്രദ്ധ നേടുന്നത് ചരിത്രപ്രധാനമുള്ള ഈസ്റ്റ് പെർത്ത് പവർ സ്റ്റേഷൻ എന്ന വേദിയിലൂടെയാണ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും പഴക്കമേറിയ കലാമേളകളിൽ ഒന്നാണ് പെർത്ത് ഫെസ്റ്റിവൽ. 1953 ഫ്രെഡ് അലക്സാണ്ടർ എഡിൻബർഗ് ഫെസ്റ്റിവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആരംഭിച്ച ഈ മേള ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും പഴക്കമേറിയ മൾട്ടി ആർട്സ് ഫെസ്റ്റിവൽ എന്ന ഖ്യാതിയുമുണ്ട്. സാംസ്കാരിക ആശയങ്ങൾ, കലാപ്രകടനങ്ങൾ, കലാസാധകരുടെ കൂട്ടായ്മ എന്നിവയിലൂടെ ജനങ്ങളെ ഒരുമിപ്പിക്കുക എന്നതാണ് ഈ മേളയുടെ പ്രധാന ലക്ഷ്യം. നഗരത്തിന് ഒരു കാലത്ത് വൈദ്യുതി നൽകിയിരുന്ന ഈസ്റ്റ് പെർത്ത് പവർ സ്റ്റേഷൻ ഇപ്പോൾ കലയുടെയും നൂതന ആശയങ്ങളുടെയും ഒരു ഉത്സവ കേന്ദ്രമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. തിയേറ്റർ, സംഗീതം, വിഷ്വൽ ആർട്സ്, ചർച്ചകൾ, ബൃഹത്തായ വിഷ്വൽ ഇൻസ്റ്റലേഷനുകൾ, നൃത്തം, സമകാലീന ക്ലാസിക്കൽ സംഗീത പരിപാടികൾ എന്നിവ ഇവിടെ അരങ്ങേറും. നവംബർ മുതൽ ഏപ്രിൽ വരെ നടക്കുന്ന ലോട്ടറി ഫെസ്റ്റ് ഫിലിംസ് എന്ന ചലച്ചിത്രോത്സവവും ഇതിന്റെ ഭാഗമാണ്. പെർത്ത് നഗരത്തിന് ഇത് ഒരു സാധാരണ ഉത്സവമല്ല, ചരിത്രവും സർഗാത്മകതയും ഒരുമിക്കുന്ന ഒരു നഗരവ്യാപക ആഘോഷം കൂടിയാണ്. ഈ ഫെബ്രുവരിയിൽ ഈസ്റ്റ് പെർത്ത് പവർ സ്റ്റേഷനിൽ തെളിയുന്ന വർണ്ണ വെളിച്ചങ്ങളോടൊപ്പം പെർത്ത് നഗരം മുഴുവൻ കലയുടെ പുത്തൻ ഊർജ്ജത്തിൽ ഉണരും. ഓസ്ട്രേലിയയിൽ നിന്നും 24 വേണ്ടി സംഗീത ഗോപിനാഥ്. സൗദിയിൽ OICC യൂത്ത് വിംഗ് ജിസാൻ സംഘടിപ്പിച്ച JPL ക്രിക്കറ്റ് ടൂർണമെന്റ് സീസൺ 3 സമാപിച്ചു. ടൂർണമെന്റിൽ ICC ഖമീസ് മുഷെയ്ദ് ജേതാക്കളായി. 8 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരച്ചത്. ഫൈനലിൽ കാബൂൾ ഡയമണ്ടിനെയാണ് ICC പരാജയപ്പെടുത്തിയത്. ഷെഫീഖാണ് ടൂർണമെന്റിലെ മികച്ച താരം. JPL സീസൺ 4ഉം യൂത്ത് വിംഗിന്റെ 5ാം വാർഷികവും അടുത്ത വർഷം ജനുവരിയിൽ നടക്കും. ജിദ്ദ കണ്ണമംഗലം പഞ്ചായത്ത് OICC കമ്മിറ്റിക്ക് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി മജീദ് ചേറൂരിനെയും ജനറൽ സെക്രട്ടറിയായി അക്ബർ വാളക്കുടയെയും ട്രഷററായി അബ്ദുൾ റസാഖ് ആലുങ്ങലിനെയും തെരഞ്ഞെടുത്തു. OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി ഓഫീസിലായിരുന്നു ചടങ്ങുകൾ.
അക്ബർ വാളക്കുട അധ്യക്ഷനായി. അബ്ദുൽ നാസർ കോഴിത്തുടി റിട്ടേണിംഗ് ഓഫീസറായിരുന്നു. വെൽക്കം ബാക്ക് ടു ഗൾഫ് ടുഡേ. 5 മാസമായി ജീവനക്കാർക്ക് ശമ്പളം നൽകാത്ത മാധ്യമ മാനേജ്മെന്റിനെതിരെ കോഴിക്കോട് പ്രതിഷേധം. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉപവാസം. ലക്ഷ്മി ബാലചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മാധ്യമ സ്ഥാപനത്തിലെ ശമ്പള നിഷേധത്തിനും തൊഴിലാളികളോടുള്ള ക്രൂരതയ്ക്കുമെതിരെയാണ് ഇന്ന് രാവിലെ മുതൽ വെള്ളിമാട് മാധ്യമ സ്ഥാപനത്തിന് മുന്നിൽ ഈ ഒരു ഉപവാസ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പത്രപ്രവർത്തക യൂണിയൻ സ്റ്റേറ്റ് പ്രസിഡന്റ് KP റെജിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ഉപവാസം സംഘടിപ്പിച്ചിരിക്കുന്നത്. 24 മണിക്കൂറാണ് ഈ ഒരു ഉപവാസത്തിന്റെ സമയം. ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ രാവിലെ 10 മണി വരെ തുടരുന്നതായിരിക്കും. അതായത് പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നേതാക്കളടക്കം ഈ ഒരു സമരത്തിൽ ഇപ്പോൾ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഉപവാസ സമരം പുതിയ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ല, മാസം ലഭിക്കുന്ന ശമ്പളം ലഭിക്കുന്നതിന് വേണ്ടി മാധ്യമത്തിലെ ജീവനക്കാർക്കൊപ്പം പത്രപ്രവർത്തക യൂണിയൻ ആ സമരം ഏറ്റെടുത്തിരിക്കുകയാണ്. നാളെ രാവിലെ 10 മണി വരെ ആണ് ഈ ഉപവാസ സമരം. 5 മാസത്തെ ശമ്പളമാണ് ഇപ്പോൾ മാധ്യമ മാനേജ്മെൻറ്റ് ജീവനക്കാർക്ക് നൽകാനുള്ളത്. ഇത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കുടിശ്ശിക ഘട്ടം ഘട്ടമായി തീർത്തുകൊണ്ട് പ്രതിമാസ ശമ്പളം സ്ഥിരമായി ലഭിക്കുന്നതിനൊരു ശക്തമായ ഡിമാൻഡ് ഞങ്ങൾ വെക്കുകയുണ്ടായി. അത് മാനേജ്മെൻറ്റിന് തീർച്ചയായും നമ്മളോട് സമവായപ്പെട്ടുകൊണ്ട് പരിഗണിക്കാവുന്ന ഒരു നിർദ്ദേശമായിരുന്നു. പക്ഷേ മാധ്യമ മാനേജ്മെൻറ്റ് അത്തരത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഈ ജീവനക്കാരുടെ പ്രയാസങ്ങളെ, സംഘടനയുടെ ആവശ്യത്തെ നിരാകരിക്കുകയാണ് ചെയ്തത്. നടപടി ഉണ്ടാകുമെന്ന് കരുതുന്നു. സമരത്തിൽ മാനേജ്മെന്റിന്റെ ഇതുവരെയുള്ള നിലപാടുകൾ വെച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കേണ്ടാത്ത സാഹചര്യമാണ് ഏറ്റവും ഒടുവിൽ നടന്ന ലേബർ കമ്മീഷനിൽ നടന്ന ചർച്ചയും നൽകുന്ന സൂചന. ഈ ഫെബ്രുവരി 28 മുമ്പ് 1 മാസത്തെ ശമ്പളമെങ്കിലും കൊടുത്തുകൊണ്ട് പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങും, ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം എന്ന നിർദ്ദേശം ആ രാജ്യത്ത് തന്നെ സമുന്നതരായ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശം വന്നു. അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ ആ നിർദ്ദേശം വളരെ കർക്കശമായി മുന്നോട്ട് വെച്ചു. പക്ഷേ അതിന് വഴങ്ങാൻ മാനേജ്മെന്റിനും തയ്യാറായില്ല. 5 മാസത്തെ ശമ്പളമാണ് ഇതുവരെ മുടങ്ങിയിരിക്കുന്നത്. അതിനായാണ് ഇപ്പോൾ ഈ ഒരു സമരം തുടരുന്നത്. ഇനിയും ഫെബ്രുവരി 28-ന് 1 മാസത്തേക്കുള്ള ശമ്പളമെങ്കിലും ലഭിക്കണമെന്നാണ് ഇപ്പോൾ ഈ സമിതിയുടെ ഈ ഒരു സമരത്തിന്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത്. അത് നടപ്പിലായില്ലെങ്കിൽ ഇനിയും ഈ ഒരു സമരം തുടരുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ക്യാമറമാൻ അനൂപിനൊപ്പം ലക്ഷ്മി ബാലചന്ദ്രൻ, 24. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം റോബിൻ സിംഗ് നേതൃത്വം നൽകുന്ന റോബിൻ സ്പോർട്സ് റിലേഷൻസ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ദുബായ് രാജകുടുംബാംഗം ഷെയ്ഖ് അലി ബിൻ റാഷിദ് അലി സയ്യിദ് അൽ മക്തൂം സ്കോളർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു. വിവിധ എമിറേറ്റുകളിൽ നടത്തിയ പരീക്ഷകളിൽ ഷാർജ ഡൽഹി പ്രൈവറ്റ് സ്കൂളിലെ ലോകേഷ് റെഡ്ഡി 1ാം സ്ഥാനം നേടി. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് റോബിൻ സിംഗ്, ചാന്ദർപോൾ, ദിബേഷ് മെഹന്തി, ടി കുമാരൻ എന്നീ താരങ്ങൾ നേരിട്ട് പരിശീലനം നൽകും. Everyone is benefited in different ways. I mean, it's not just financially, but I think everyone who's been selected will certainly be benefited in many ways. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വാർത്തകളിലേക്കാണ്. കളം മാറ്റത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലം. കേരളത്തിൽ ഇടത് ഭരണം തുടരുമെന്ന് എഴുത്തുകാരൻ എം മുകുന്ദൻ. കേരളത്തിന്റെ പുരോഗമന മുന്നേറ്റത്തിന് 3-ാം ഊഴം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ദുബായിൽ ഇടത് സാംസ്കാരിക സംഘടനയായ ഓർമ്മ സംഘടിപ്പിച്ച ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം മുകുന്ദൻ. അപ്പോൾ സദസ്സിൽ നിന്നും വേദിയിൽ നിന്നും കേട്ട സ്വരങ്ങൾ, അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരും ഒന്നിച്ച് പറയാണ് ഇനിയും ഒരവസരം കൂടി നൽകണമെന്നുള്ളത്, ഒരു 3-ാം ഊഴം നൽകണമെന്നുള്ളത്. ആ ഒരു ശബ്ദം, ആ ഒരു ആശയം വേദിയിൽ നിന്നും പിന്നെ സദസ്സിൽ നിന്നും മുഴങ്ങിക്കേട്ടു. അത് സംഭവിക്കും. KPCC നേതൃയോഗത്തിൽ നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ മറ്റു പദവിയില്ല, അർഹതയുണ്ടായിട്ടും മാറി നിന്നവരെ പരിഗണിക്കും, എല്ലാവർക്കും സീറ്റ് നൽകാനാകില്ലെന്നും KC വേണുഗോപാൽ. പുതിയ SIR പട്ടിക അടിസ്ഥാനമാക്കി വെള്ളിയാഴ്ച മുതൽ ഭവന സന്ദർശനം നടത്താനും KPCC നേതൃയോഗത്തിൽ തീരുമാനമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടാൽ മറ്റു പദവികൾ നൽകില്ലെന്ന് KPCC നേതൃയോഗത്തിൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. അർഹതയുണ്ടായിട്ടും മാറി നിന്നവരെ തത്തുല്യ സ്ഥാനങ്ങളിൽ പാർട്ടി പരിഗണിക്കും. ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കരുത്. തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും സീറ്റ് നൽകാനാകില്ല. എന്നാൽ സർക്കാർ വരുമ്പോൾ അർഹമായ പരിഗണന നൽകും. എല്ലാവരും തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കണം.
എല്ലാവരുടെയും പ്രവർത്തനം വിലയിരുത്തുമെന്നും പാർട്ടി ഇക്കാര്യം പ്രത്യേകം നിരീക്ഷിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. MP മാർ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന് AICC നിരീക്ഷകൻ സച്ചിൻ പൈലറ്റ്. That's a decision that the Congress party will take and I think you will hear about that very soon. സ്ഥാനാർത്ഥികളെ വളരെ വേഗം പ്രഖ്യാപിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ജാഥയുടെ ഇടയിൽ തന്നെ ഞങ്ങളുടെ ഡിസ്കഷന്റെ പ്രോഗ്രസ് ഞങ്ങൾ വിലയിരുത്തും. ജാഥ അതിനോട് തടസ്സമല്ല. ജാഥാ സമാപനം അതിന് ഒരു കട്ട് ഓഫ് ഡേറ്റ് അല്ല, അതിനിടയിൽ അതിന് ശേഷവുമായിട്ട് കാര്യങ്ങൾ തീർക്കും. രമേശ് ചെന്നിത്തല അധ്യക്ഷനായുള്ള കോൺഗ്രസ് പ്രചരണ സമിതിയുടെ ആദ്യ യോഗവും ചേർന്നു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി കേരളത്തിലുണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കിഫ്ബി ഫണ്ട് ദുരുപയോഗിച്ച് സർക്കാർ നടത്തുന്ന പരസ്യ ക്യാമ്പയിൻ അവസാനിപ്പിക്കണമെന്നും രമേശ് ചെന്നിത്തല. സർക്കാരിന്റെയും പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി കിഫ്ബി ഫണ്ട് ദുരുപയോഗപ്പെടുത്തുകയാണ്. മൂന്നാം പിണറായി സർക്കാരിന് ലക്ഷ്യം വെച്ച് കിഫ്ബി ഫണ്ട് ദുരുപയോഗം ചെയ്ത് സർക്കാർ നടത്തുന്ന ഈ പരസ്യ ക്യാമ്പയിൻ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഔദ്യോഗിക യോഗങ്ങൾക്ക് ശേഷം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. ഈ മാസം അവസാന വാരത്തോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് കോൺഗ്രസ് തീരുമാനം. പാലക്കാട്, തൃപ്പൂണിത്തുറ ഒഴികെയുള്ള സിറ്റിംഗ് സീറ്റുകളിലും സംവരണ മണ്ഡലങ്ങളിലും തർക്കമില്ലാത്ത സീറ്റുകളിലും ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് നീക്കം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ഇതോടെ ഗൾഫ് ടുഡേ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.